ഇപ്പം ഇതുവരെ പാരായണം ചെയ്ത ഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ ഉള്ളിലേക്കൊരു പരിവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യാണ്, ആ കൃപാകടാക്ഷമാണ്. നമ്മളെപ്പോഴും നമ്മളിൽ പരിവർത്തനം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം, ഈ സത്സംഗങ്ങൾ. അപ്പോൾ പരിവർത്തനം വന്നിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യം. അപ്പോൾ ആ വന്ന പരിവർത്തനം അല്ലെ, ഇത്തിരി നമ്മൾ നേരത്തെ പറയാറുള്ള പോലെ കുറച്ച് വൃത്തിയായിച്ചാൽ ആ വൃത്തിയായ ഭാഗം പിന്നെ വൃത്തികേടാവാണ്ട് നോക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഭാഗം കൂടിയും വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ. അപ്പോൾ അങ്ങനെ എത്ര പാരായണം കഴിഞ്ഞാലാണ് ഉള്ളിൽ ശുദ്ധാവുക എന്നറിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ കേട്ടതും ആ രാമായണത്തിനോടൊരിഷ്ടവും ആ ഓരോ ദിവസവും നമുക്കത് അനുഭവം പോലെ അല്ലേ, ഇതിലേക്ക് വരണം എന്നുള്ളൊരു കൊതിയൊക്കെ ഉണ്ട്. ഇനി ഒരു വർഷം വരെ ഇത് അടച്ചു വയ്ക്കരുതെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസം ഓരോ പേജെങ്കിലും എല്ലാവരും വായിക്കണം. കർക്കിടക മാസത്തിൽ മാത്രം വായിച്ച് കളയാനുള്ളതല്ല രാമായണം. ഓരോ പേജ് വായിക്കുമ്പോഴും നമ്മളിവിടെ വായിക്കുമ്പോൾ പറയാറുള്ള പോലെ നമ്മൾ സ്വയം തന്നെ നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിക്കുക. അപ്പോൾ അതിലെ ഓരോ വരികളിലും ഭഗവാൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അനുഭവമാവാനും ശ്രവിക്കാനും പറ്റും. വേറൊരാൾ പറഞ്ഞിട്ട് വേണ്ട അറിയാൻ, നമുക്ക് തന്നെ സ്വയം അത് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഒരു തവണ വായിക്കുമ്പോൾ ബോധ്യപ്പെട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു രാമായണത്തിൻ്റെ സമർപ്പണത്തിൻ്റെ വേളയിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനി ഈ രാമായണം ഞാൻ നിത്യോപാസനയായിട്ട് കൊണ്ട് നടക്കും എന്ന് ഒരു സമർപ്പണം ഭഗവാന്റെ മുമ്പിൽ. ഭഗവാൻ, അതായത് നമ്മൾ ഓരോ സമർപ്പണങ്ങളാണ് ഭഗവാന്റെ മുമ്പിൽ. അതൊരു അത്രയും ദൃഢമാക്കിയിട്ട് വയ്ക്കുക. മുടങ്ങാണ്ട് നമ്മൾ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് പോലെ ഒരു ദിവസം ഒരു പേജ്, അതിൽ കൂടുതലൊന്നുമില്ല. അതിലെവിടെ അവസാനിക്കണേ എവിടെയാണ് തുടങ്ങണേ അങ്ങനെയൊന്നും നോക്കണ്ട. ഒരു വരി എവിടെ അവസാനിക്കണേ വെച്ചാൽ ആ വരി പകുതിയാക്കി നിർത്തണ്ടെന്ന് മാത്രം. ആ വരി പൂർണ്ണമാക്കിയിട്ട് അങ്ങോട്ട് എവിടെയാണെന്ന് വെച്ചാലും നിങ്ങൾ നിർത്തിക്കോളൂ. അതുകൊണ്ട് ഒരു ഹാനിയും സംഭവിക്കില്ല ആർക്കും. അപ്പം അതങ്ങനെ ഓരോ ദിവസം. അടുത്ത തവണ ഞാനിവിടെ രാമായണ പാരായണത്തിന് വന്നിരിക്കുമ്പോൾ ആദ്യം നിങ്ങളോട് ചോദിക്കുക, എത്ര പ്രാവശ്യം നിങ്ങൾ രാമായണം വായിച്ചു എന്ന് ഓരോരുത്തരോടും ചോദിക്കും. അപ്പം നിങ്ങൾ പറയണം സത്യസന്ധമായിട്ട് ഭഗവാന്റെ മുമ്പിൽ എത്ര തവണ നമ്മൾ വായിച്ചു എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെയ്യണതിനൊരു പ്രയോജനം വേണ്ടേ. അപ്പം നമുക്ക് ആ ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് അത് നമുക്ക് പ്രയോജനപ്പെട്ടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ മോശം ആർക്കാ? ഭഗവാനാണ് അല്ലേ ഇതിൻ്റെ മോശം. ഈശ്വര കഥകൾ കേട്ടിട്ട് അതിനെ നമ്മൾ വേണ്ടതുപോലെ പ്രയോജനപ്പെട്ടില്ല നമുക്ക് ഈശ്വര